ഭാഗവതത്തിലുള്ളത്. ഇത് കേട്ടതും സൂര്യഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, ശ്രീമൽ ഭാഗവതാൽ മുക്തി സപ്താഹം വാചനം കുരു. എങ്ങനെയാ മുക്തിയുള്ളത്? എങ്ങനെയാ മുക്തിയുള്ളത്? ഭാഗവതത്തിലൂടെ. ഗയാശ്രാദ്ധം 100 കൂട്ടിയിട്ടും ആർക്കും മുക്തി കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേ. അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ വേണ്ടത്? ശ്രാദ്ധം കൊണ്ടും മുക്തിയില്ല എന്നാ പറയണത്. അന്നത്തെ ദിവസം നമ്മൾ ശരിക്കും ഭാഗവതം വായിച്ചാൽ മതി. കാരണം ഗയാശ്രാദ്ധം കൂട്ടിയിട്ട് പോലും മുക്തിയില്ലെങ്കിൽ ഇനി നമ്മളത് മാറ്റണം, അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ. കാരണം ഇന്ന് നമ്മൾ കുറെ അന്ധമായ ആചരണങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിനും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ കലിയുഗത്തിലുള്ളവർക്ക് വിധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കർമ്മങ്ങളല്ല. നമുക്ക് കാണാം, കൂടുതൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത് ഓർമ്മയിൽ വെക്കൂ നിങ്ങൾ. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ആ ദിവസം എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഭാഗവതവും കുറച്ച് നാമസങ്കീർത്തനവും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. എന്നോടൊരു കുട്ടി ചോദിച്ച ചോദ്യം എനിക്ക് വളരെ ചിന്തനീയായിരുന്നത്. കുട്ടി പറയാണ്, സ്വാമി എന്റെയൊക്കെ വീട്ടില്, ആ കുട്ടിയുടെ വീട്ടില് ഈ ശ്രാദ്ധം ഊട്ടുന്നത് കാണുന്നുണ്ട്. കുട്ടി 8ലോ 9ലോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ പറയാണ്, അമ്മ ശ്രാദ്ധം ഊട്ടുമ്പോ അമ്മ പറയാറുണ്ട്, കാക്ക വന്ന് കൊത്തിയാൽ അച്ഛനും അമ്മയും അനുഭവിച്ചു എന്നാണ്. അപ്പോ ഒരു അമ്മ പറയുന്ന, ഒരു 10-40 വർഷമായി അച്ഛൻ മരിച്ചിട്ട് എന്ന്. ഇപ്പോഴും എന്റെ അച്ഛൻ കാക്കയാണോ സ്വാമി? കാക്ക വന്ന് കൊത്തിയാലാണ് അങ്ങനെയല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ അച്ഛൻ എന്നൊരു കാക്കയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്ര പേർക്ക് സമ്മതാണത്? എനിക്ക് സമ്മതമല്ല, ഉള്ള കാര്യം തുറന്നു പറയാലോ. എന്റെ അച്ഛൻ എന്നൊരു കാക്കയായിട്ട് വരുന്നത് പാവം. എന്തിനാ അദ്ദേഹത്തിനെ പിടിച്ച് കാക്കയ്ക്ക് വെച്ചിരിക്കണത്? നമ്മളിങ്ങനെ വിളിക്കുമ്പോ കാക്കയെ വാ കഴിച്ചോ, തപ്പൊട്ടിയെ വരത്രേ. വരും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അതിന്നൊക്കെ കുറച്ച് മനസ്സിനെ ഉയർത്തണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ കാക്ക? അതിന്റെ സംസ്കാരം അതാണ്. അവർക്കറിയാൻ തപ്പൊട്ടിയാൽ അവരാ വരേണ്ടതെന്ന്. കോഴിക്ക് ആ സംസ്കാരം ഇല്ല, അല്ലെങ്കിൽ കോഴി വരുമായിരുന്നു. ഇപ്പൊ കാക്കയെ തന്നെ കിട്ടാനില്ലാത്തൊരു കാലാണ്. തപ്പൊട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഗയാശ്രാദ്ധം ശ്രദ്ധേനാവിമുക്തി ഇല്ലെങ്കിലും ശ്രീമൽ ഭാഗവതാൽ മുക്തി. ഇത് കേട്ടതും ഗോകർണൻ സപ്താഹത്തിന്റെ ഒരുക്കം ചെയ്തു. ഇതുപോലെയൊക്കെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വെച്ചു. ഭഗവാന്റെ ഒരു അന്നൊന്നും ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ സപ്താഹത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ വെച്ചു. അപ്പൊ ഈ ചങ്ങാതി എവിടെ പിടിച്ചിട്ടിരുത്തുക? അപ്പൊ ഈ ദുന്തുകാരിയെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു മുളയുണ്ടായിരുന്നു അത്രേ. ആ മുളയുടെ താഴെ ഒരു സുഷിര ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലൂടെ പറയാണ്, സപ്രേതോ തഥായത സ്ഥാനം പശ്യൻ. ആ സപ്തഗ്രന്ഥിയുധം തത്രാപി കീചകമുച്ചിതം. ഒരു 7 കമ്പുകളുള്ള ഒരു മുള കണ്ടു, അതിന്റെ ഉള്ളിൽ കയറി. എന്നിട്ടോ അങ്ങനെ ഭാഗവത വായന തുടങ്ങി. അർത്ഥങ്ങളൊക്കെ പറയും. 1ാമത്തെ ദിവസം വൈകുന്നേരം അങ്ങോട്ട് നിർത്തിയപ്പം, ആദ്യത്തെ വ്യാഖ്യാനമൊക്കെ കഴിഞ്ഞപ്പോ ഒരു കാര്യം ഉണ്ടായെന്നാണ്. വംശൈക ഗ്രന്ഥി ഭേദോ പോൽ. എന്തുണ്ടായത്രേ? അതിന്റെ ഒരു കമ്പൊടിഞ്ഞു എന്ന്. ആരും ശ്രദ്ധിക്കണില്ലേ ഇതൊന്നും? ഇവിടെയല്ല, അവിടെ കമ്പൊടിഞ്ഞു. 2ാമത്തെ ദിവസമായപ്പോ 2ാമത്തെ ഒരു കമ്പൊടിഞ്ഞു. 3ാമത്തെ ദിവസം 3ാമത്തെ. 7ാമത്തെ ദിവസമായപ്പോ 7 ഗ്രന്ഥികളും പൊട്ടി അത് 2ആയി പിളർന്ന് അതിൽ നിന്നതാ ഒരു ഗംഭീര രൂപം വരുന്നു. ദിവ്യരൂപതരോ ജാത തുളസീദാമണ്ഡിത പീതവാസാ ഘനശ്യാമോ മുകുടീ കുണ്ടലാന്വിതാം. അതിൽ നിന്നൊരു ഗംഭീര രൂപം പുറത്തു വരുന്നു. നിങ്ങൾ ഗീതയിൽ കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം. ഭഗവാൻ പറയും, അഭിചേ സുദുരാചാര ഭജതേ മാമനന്യപാൽ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിസാം. എത്ര ഘോരമായ പാപം ചെയ്തവനായാലും അഭിചേത്സു ദുരാചാര, ദുരാചാരത്തിന്റെ കൂടരങ്ങായാലും ശരി, ആരാണോ മാം എന്നെ ഭജതേ അനന്യഭാഗ്, എന്നിലേക്ക് മനസ്സ് തിരിക്കുന്നത്, എത്ര ഘോരമായ പാപം ചെയ്തവനായാലും ശരി, സാധുരേവ മന്തവ്യ, ഞാൻ അവനെ ഒരു സാധുവായി മഹാനായി കണക്കാക്കും എന്ന് പറഞ്ഞ വാക്കുകൾ, ഭഗവാന്റെ ആ വാക്കുകൾ സത്യമാക്കുന്ന വിധത്തില് ഇതാ ഈ ഘോരപാപിയായിരിക്കുന്ന ദുന്തുകാരി ആ മുളയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ദിവ്യരൂപതരോജാത തുളസീധാമണ്ഡിത പീതവാസാഗനശ്യാമോ മുകുടി കുണ്ടലാന്വിത. ഒരു വൈഷ്ണവ രൂപം, വിഷ്ണു തേജസ് ആർന്നുകൊണ്ട് ശംഖചക്ര കഥാരൂപത്തെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നിട്ട് നനാമഭ്രാതരം സദ്യോ ഗോകർണമിതി ചാബ്രവിൽ ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ
പ്രേതകസ്മലൽ. എത്രയോ ഘോരമായ പാപം ചെയ്ത് പ്രേതരൂപത്തിൽ വാദരൂപിയായിട്ട് വാദം കഴിച്ചുകൊണ്ട് ചൂടും കാറ്റും അനുഭവിച്ചുകൊണ്ട് ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ എന്നെ, ഒരു ഗതിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ എന്നെ, ഉഗ്രപാപിയായ എന്നെ അവിടുന്ന് എന്നെ മുക്തനാക്കിയില്ലേ? സഹോദര, അങ്ങ് ഭാഗവതം കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എവിടെയാണ് മോചനം കിട്ടുക? ധന്യ ഭാഗവതീ വാർത്ത പ്രേത പീഡാവിനാശിനി സപ്താഹോപി തഥാ ധന്യ കൃഷ്ണലോക ഫലപ്രദം. ഈ ഭാഗവതം ധന്യമാണ്, ഇത് പരമപവിത്രമാണ്, എന്റെ ജീവിതത്തെ പവിത്രീകരിച്ച ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് ആ നൊന്തുകാരി അവിടെ നിന്നപ്പോ പറയാണ്, ഇവിടെ ഈ ഭാഗവതം കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള പാപങ്ങള് എന്ത് ചെയ്യട്ടെ? കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥം ചേയം കരിഷ്യതി ആദ്രം ശുൽക്കം ലഘുസ്ഥൂലം വാഗ്മന കർമ്മവികൃതം ശ്രവണം വിദഹൽ പാപം പാവക സമിതോ യഥാം. വിറകുണ്ടല്ലോ, അത് പച്ചയായാലും ശരി, തടിച്ചതായാലും ശരി, ചെറുതായാലും ശരി, ഏത് അഗ്നിയിലേക്ക് ഇട്ടാലും വിറക് കത്തും അല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പാപം കൊടും പാവാവട്ടെ, ലൈറ്റ് പാവാവട്ടെ, സ്ട്രോങ് ആവട്ടെ, മിനിമം ആവട്ടെ, എല്ലാവരുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ പാപം ഉണ്ടാവുമല്ലോ. എത്ര കൊതുകിനെ കൊന്നിട്ടുണ്ട്! കൊല്ല മാത്രല്ല, ദേഷ്യം ഓരോ വീടുകളിൽ ചുമരിൽ പോയി നോക്കിയാൽ മതി, കൊതുകിനോട് തീർത്തു വെച്ചിരിക്കുന്ന പ്രതികാരം. പാപം ചെയ്യാത്തവരാരുണ്ട്? അതുകൊണ്ട് എത്ര വലിയ പാപമായാലും അത് ഉള്ളിൽ കടന്നുകൊണ്ട് പറയും, അസ്മാകം പ്രളയം, ഞങ്ങളിതാ നശിക്കാൻ പോണു. ആര്? അങ്ങനെ ഒരു ഗംഭീരമായൊരു ശാസ്ത്രമാണ് ഈ ഭാഗവതം. പഠിക്കണം, മനസ്സിലാക്കണം. കാരണം അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപൂരീഷയോ ജരാശോക വിഭാഗാർത്ഥം രോഗമന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവിൽ ഭസ്മ സപ്ഞാന്തം ശരീരമിതി വർണ്ണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധനേന്നഹി സപ്താശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. ഇത്ര മനോഹരാണ്. നോക്കൂ, ഈ ശരീരത്തെ വർണ്ണിക്കുകയാണ്. കുറെ ഞരമ്പുകളെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. 100 ഞരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയത്. പിന്നെയോ കുറെ മാംസം, കുറെ രക്തം, കുറെ അസ്ഥികൂടം. ഇനി അത് കഴിഞ്ഞിട്ടോ 2 സാധനങ്ങൾ നിറഞ്ഞിരിക്കണു. ഒരു ബക്കറ്റാണ്, കുറെ മലവും കുറെ മൂത്രവും. ഇനി അത് കഴിഞ്ഞിട്ടോ ജര, വാർദ്ധക്യം വരണം, ശോകം, ദുഃഖങ്ങൾ വരണം. അത് കഴിഞ്ഞിട്ട് വയസ്സാകും തോറും രോഗമന്ദിരമാണ്. ദുഷ്പൂരം, ഇത് 2 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ദുർഗന്ധമാണ് വരിക നമുക്കറിയാം. ഇപ്രകാരം കൃമിവേഡ്, ഇതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ കൃമികൾ. ഇനി ഇത് മരിച്ചുപോയി ആരും നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോഴും കൃമികൾ കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ശരീരവിധി വർണ്ണിതം അസ്ഥിരേണ, ഇത് സ്ഥിരമല്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഈ അസ്ഥിരമായിരിക്കുന്ന കൃമികൾക്ക് ഭക്ഷണമായി തീരേണ്ട മലമൂത്രങ്ങളുടെ 2 ബക്കറ്റ്, രണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ബക്കറ്റായിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അസ്ഥിരമായി ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ ഇതിൽ സ്ഥിരമായിരിക്കുന്ന നമ്മളെ സുസ്ഥിരമാക്കാൻ സാധിക്കുന്ന ഒരു പരമ സത്യത്തിലേക്ക് ഉയർത്താനുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മനസ്സിനുണ്ട്, ഒരു കഴിവുണ്ട്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പറയണു, ജീവിതം എന്ന് പറയുന്നത് ബുദ്ബുദ ഇവതോയേഷു മശക ഇവ ജന്തുഷു ജായന്തേ മരണായവ കഥാശ്രവണവർജിത. ബുദ്ബുദ, ഒരു വെള്ളത്തിലിരിക്കുന്ന കുമിള പോലെ, അല്ലെങ്കിൽ മശക, മരിക്കാനായി ജനിച്ച കൊതുകിനെ പോലെ. ജായന്തേ മരണായവ. സത്യമല്ലേ? നോക്കൂ, വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞു കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് പോവുക, കപ്പലിലാണ്. എന്നത്തെ പോലെ പ്ലെയിൻ ഒന്നുമില്ലല്ലോ, കപ്പലില്. അപ്പൊ പോകുമ്പോ കപ്പലിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി, ആർ യു അഷേംഡ് ഓഫ് ഗോയിങ് ടു സച്ച് എ ഗ്രേറ്റ് കൺട്രി ആൻഡ് ബെഗിങ്? അങ്ങാണെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ. സ്വാമിജി അന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്ത ആളാണ്. ആ കാലഘട്ടത്തില് കാവ്യ വസ്ത്രവും ധരിച്ച് ഇന്ത്യയുടെ പേര് ചീത്തപ്പേരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ നശിപ്പിക്കരുത് ഇന്ത്യയിൽ. അപ്പൊ സ്വാമിജി അത്ര മോശമായിട്ട് ആ കുട്ടി കണ്ടിരിക്കുന്നത്. അപ്പൊ ഉടനെ സ്വാമിജി വളരെ കൂളായിട്ട് കൈയൊക്കെ കെട്ടി ചോദിച്ചു, സോ വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? അപ്പൊ കുട്ടി പേര് പറഞ്ഞു. വളരെ സ്വാമിയുടെ മുഖത്ത് നോക്കി വെറുപ്പോട് കൂടിയിട്ട്.
കുട്ടി എങ്ങോട്ടാ പോണത്? ഞാൻ അമേരിക്കയ്ക്ക് പോണു. എന്തിനാ പോണത്? MBBS എടുക്കാൻ. ഓ, MBBS എടുത്താലോ ഡോക്ടറാവും, അഭിമാനമുള്ളൊരു ഡോക്ടറാവും. നിങ്ങളെപ്പോലെ യാചകനാവില്ല, അഭിമാനമുള്ള ഡോക്ടർ. എന്നിട്ടോ ഡോക്ടറായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, കൽക്കട്ടയ്ക്ക് തിരിച്ചു വരും. എന്നിട്ടോ അച്ഛൻ അവിടെ ഡോക്ടറാണ്, അച്ഛൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടോ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഡോക്ടറായി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചു തരും. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുക ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. എന്നിട്ടോ ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞാലോ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അത് കഴിഞ്ഞാലോ അവരെ അമേരിക്കയ്ക്ക് പറഞ്ഞയക്കും. അത് കഴിഞ്ഞാലോ അവരെയും ഡോക്ടറാക്കും. അത് കഴിഞ്ഞാലോ അവർ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യാൻ വരും. അത് കഴിഞ്ഞാലോ അവരെയും കല്യാണം കഴിപ്പിച്ചു വിടും. അത് കഴിഞ്ഞാൽ പിന്നെ വയസ്സാവില്ലേ? അപ്പൊ അത് കഴിഞ്ഞാലോ മരിക്കും. വിവേകാനന്ദ സ്വാമി ചോദിച്ചു, ഇത്ര കഷ്ടപ്പെട്ട് മരിക്കണോ? വെള്ളത്തിലേക്ക് ചാടിപ്പം തന്നെ തീർന്നൂടെ? ഇത് ഡോക്ടറായി, കല്യാണം കഴിച്ച് കുട്ടികളായി, അതിനെ പഠിപ്പിച്ച് ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് അവസാനത്തെ റിസൾട്ട് എന്താണ്? ചാവുക എന്നുള്ളതാണ്, മരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ വെള്ളത്തിലേക്ക് ചാടി ഇപ്പം അങ്ങോട്ട് തീർന്നാ പോരെ? ഇത്ര കഷ്ടപ്പെട്ട് ഡോക്ടറായിട്ട് ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് അവസാനം ചാവാനാണെങ്കിൽ എന്തിനാ ഇത്ര മെനക്കെടുന്നത്? എന്നിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, കുട്ടി, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് മരിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ പോലെ. പിന്നെയോ മരണമുള്ള ഒരു ശരീരത്തിൽ നിന്നും മരണമില്ലാത്തൊരു സത്യം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് എന്റെ ഗുരുനാഥിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെയൊക്കെ ഒരു സ്ഫുരണം എനിക്ക് അനുഭവിക്കാൻ പറ്റിയപ്പോ ആ പരമസത്യത്തിലേക്ക് ആളുകളുടെ മനസ്സിനെ ഉയർത്താൻ അതെനിക്ക് കഴിയും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. ഋഷീശ്വരന്മാര് പറഞ്ഞത് കുട്ടിക്ക് അറിയോ? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. അപ്പൊ മരണമുള്ള ശരീരത്തിൽ തന്നെ ആരും ഇരിക്കുന്നുണ്ട്? മരണമില്ലാത്തൊരു സത്യവുമുണ്ട്. ഇന്നത്തെ സയൻസ് പഠിച്ച കുട്ടികൾക്കറിയാം, മാറ്റർ നശിച്ചാലും എനർജി നശിക്കില്ല എന്നുള്ളത്. വി ക്യാൻ ഡിസ്ട്രോയ് ദ മാറ്റർ ബട്ട് വി കനോട്ട് ഡിസ്ട്രോയ് ദി എനർജി എന്നുള്ളത്. ഒരു വളയെ തല്ലി ഒടിച്ചാലും ഒരു മാലയുടെ ഷേപ്പ് മാറ്റിയാലും അതിലെ സ്വർണത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്നത് നമ്മൾ പ്രത്യക്ഷമായി കാണുന്നത് പോലെ ഒരു മൺകലം തകർത്താലും ഒരു മണ്ണിന്റെ ഏത് സാധനം തകർത്താലും അതിലുള്ള മണ്ണിനെ തകർക്കാൻ സാധ്യമല്ല എന്നതുപോലെ ഭഗവാൻ ഗീതയിൽ പറയുന്നു, അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന നജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ ഭവിതാന ഭൂയാം അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ വേദാ വിനാശിനം നിത്യം യേനമജമവ്യയം കഥം സപുരുഷ പാർത്ഥ ഖം കാദയതി ഹന്തികം. എത്ര മനോഹരമാണ് നോക്കൂ. ഈ ശരീരം ഛേദിച്ചാലും വെട്ടിനുറുക്കിയാലും വെള്ളത്തിലിട്ട് ചീഞ്ഞളിയിപ്പിച്ചാലും തീയിലിട്ട് ചുട്ടാലും ഇതിലിരിക്കുന്ന പരമസത്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മനസ്സും നശിക്കുന്നില്ല, നശിക്കുന്നില്ല. മനസ്സ് നശിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ പുനർജന്മം എന്ന പ്രക്രിയ ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നും ശാസ്ത്രലോകം, ഇന്ന് ഏറെക്കുറെ ശാസ്ത്രം സമ്മതിച്ചു വരുന്നുണ്ട് അത്. കാരണം ഈ ക്ലോണിംഗ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, അവർക്ക് കാണാൻ സാധിച്ച ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ, ക്ലോണിംഗ് ചെയ്യുമ്പോഴും അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവമല്ല ആ മൃഗങ്ങൾക്ക് കാണുന്നത്. വ്യത്യസ്ത സ്വഭാവമാണെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്ക് സിമിലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത് ശരീരത്തിൽ മാത്രമാണ്, എവിടെയല്ല മനസ്സിൽ സിമിലാരിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നോക്കൂ എന്തൊരു അത്ഭുതമാണെന്നുള്ളത്. അതിപ്പോ നമുക്ക് ക്ലോണിങ് ചെയ്യാതെ തന്നെ ട്വിൻസുകളിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരേ പോലുള്ള രണ്ടുപേരെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കൂ. ഇന്നും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മറ്റു മതങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാരത് സമ്മതിക്കാത്തത്. നമുക്ക് ഈശ്വരനല്ല സൃഷ്ടിക്കുന്നത്, ആരാ സൃഷ്ടിക്കുന്നത്? എന്നാൽ അച്ഛനമ്മമാര് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ചോദ്യം അപ്പോഴും ഉണ്ട്, എന്തിനെ സൃഷ്ടിക്കണോ? നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ അവരാണോ സൃഷ്ടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നലെ പറഞ്ഞല്ലോ, അങ്ങനെയായിരുന്നെങ്കിൽ അവരുടെ സ്വഭാവം തന്നെയായിരിക്കണം പരിപൂർണമായി നമുക്ക്. അതാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാതാമൃതാനന്ദമയി അങ്ങനെ ഒരിക്കലാവാൻ വഴിയില്ല. ഉണ്ടോ? അച്ഛനമ്മമാർ